പാലക്കാട് കൊല്ലങ്കോട് മയക്കുവെടി വെച്ച് പിടികൂടിയ പുലി ചത്തു എന്ന വാർത്ത വരികയാണ്. പുലിയെ വൈകിട്ടോടെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകാനായിരിക്കെയാണ് ചത്തത്. പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം നാളെയാണ്. ഗൂഗിൾ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഗൂഗിൾ, കുറേ നേരം തന്നെ ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിലുണ്ടായ ആഘാതം, അതിനുശേഷമുള്ള മയക്കുവെടി, ഇതൊക്കെയാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഇപ്പോൾ അനുമാനിക്കുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കില്ലേ വിശദമായ കാര്യങ്ങൾ അറിയുക നാളെ? തീർച്ചയായും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം എന്നതിലൊരു സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രാഥമികമായി കണക്കാക്കുന്നത് ഒരുപക്ഷെ ഈ കമ്പിവേലിയിൽ കുടുങ്ങിയത് കൊണ്ടുള്ള ആന്തരികമായ മുറിവായിരിക്കാം ഒരുപക്ഷെ മരണകാരണം എന്നാണ്. കാരണം പുറമേക്ക് യാതൊരു തരത്തിലുള്ള മുറിവോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും പുലിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആന്തരികമായി ഉണ്ടായ ഏതെങ്കിലും തരത്തിലുള്ള മുറിവാകാം മരണകാരണം എന്നാണ് ഇപ്പോൾ വനം വകുപ്പ് പ്രാഥമികമായി കണക്കാക്കുന്നത്. ഈ യഥാർത്ഥത്തിൽ പുലിയെ മയക്കുവെടി വെച്ചിരുന്നെങ്കിലും അത് പുലിക്ക് മയക്കുവെടി ഏറ്റിരുന്നില്ല. അത് തട്ടി തിരികെ വീഴുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ മയക്ക് വെടി വയ്ക്കാതെ വളരെ സാഹസികമായാണ് RRT സംഘം പുലിയെ പിടികൂടിയത്. അത്രയധികം സാഹസികതയൊക്കെ എടുത്ത് പുലിയെ പിടികൂടിയതിന് ശേഷവും ഇങ്ങനെ ഒരു വളരെ വിഷമകരമായ ഒരു വാർത്ത വന്നതിന്റെ ദുഃഖത്തിലാണ് വനം വകുപ്പ് ആകെയും തന്നെ. കാരണം ഈ ഏറെ പരിശ്രമത്തിനൊടുവിലാണ് പുലിയെ കൂട്ടിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഇങ്ങനെ ഈ പറയുന്ന രീതിയിൽ പുലിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 4 മണിക്കൂർ നിരീക്ഷണത്തിൽ വച്ചതിന് ശേഷം പുലിയെ പറമ്പിക്കുളത്തേക്ക് മാറ്റാനായിരുന്നു വനം വകുപ്പ് ഉദ്ദേശിച്ചിരുന്നത്. 4 മണിക്കൂർ അവിടെ നിരീക്ഷണത്തിൽ വയ്ക്കും. ഈ നിരീക്ഷണത്തിൽ വച്ചതിന് ശേഷം പുലി എഴുന്നേറ്റ് നിന്നതിന് ശേഷം മാത്രമേ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകൂ എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ പിന്നീട് പുലി എഴുന്നേൽക്കുകയുണ്ടായില്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ പുലിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു.